അങ്ങനെ പുലർച്ചെ 3-നാണ് ഞങ്ങൾ വാഗമൺ യാത്ര തുടങ്ങിയത്. അങ്കമാലി എത്തിയപ്പോ ഈ ചേട്ടന്റെ കടയിൽ നിന്നാണ് ഞങ്ങൾ ലൈറ്റ് ആയിട്ട് ഒരു ചായ കുടിച്ചു. സ്പോട്ടിലെത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ട കൃഷിയാണ് പൈനാപ്പിൾ. കേരളത്തിന്റെ പൈനാപ്പിൾ സിറ്റിയായ വാഴക്കുളത്തിന് അടുത്താട്ടത്. കുന്ന് കയറുമ്പോൾ ഒരു അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടത്. പുലർച്ചയ്ക്ക് ഇറങ്ങിയിട്ടും തലമുകളിൽ സൂര്യനെത്തിട്ടാണ് ഞങ്ങളോട് എത്തിയത്. വളരെ സൂക്ഷ്യം കണ്ടൊക്കെ വേണ്ടതിൽ പോകാനല്ലേ, പിന്നെ കൊക്കെ വീഴും. കാലത്ത് തന്നെ ഈ വ്യൂ കാണാൻ എന്ത് രസമല്ലേ. രാവിലെ വീണ്ടും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ട് ഇവിടെ നിന്നായിരുന്നു കേട്ടാ. ദേ നമ്മുടെ ആന വണ്ടി. അങ്ങനെ ഓടിച്ചോടിച്ച് ഞങ്ങൾ തേയിലത്തോട്ടം വരെ എത്തിയിട്ടാ. അപ്പൊ പിന്നെ സോങ് പൂച്ചൊരു വീഡിയോ ആവാലേ. ആ തേയിലത്തോട്ടത്തിന്റെ ഭംഗിയാണ് ഞാൻ ആസ്വദിക്കുന്നത്. ഇതൊക്കെ ഇവിടെ ഉണ്ടല്ലേ. ഞായറാഴ്ച ആയതുകൊണ്ട് വാഗമണിൽ അത്യാവശ്യം ക്രൗഡ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല അസല രീതിക്ക് ബ്ലോക്ക് ഞങ്ങൾക്കും കിട്ടി. മറുവശത്താണെങ്കിൽ തേയിലൊക്കെ കരിഞ്ഞോണിട്ട് നിൽക്കണ്ടായ. പൈൻ ഫോറസ്റ്റിന്റെ പുറത്തുനിന്നാണ് ഞങ്ങൾ വീഡിയോയും ഫോട്ടോസ് ഒക്കെ എടുത്തു. ഒറ്റമൈൻഡ് ട്രിപ്പ് ആയതുകൊണ്ടേ ബഡ്ജറ്റ് ഒക്കെ ലേശം ലോ ആയി. ഇതിന്റെ മുകളിൽ ഒരു സൂസൈഡ് പോയിന്റ് ലോ ബഡ്ജറ്റും 2 കിലോമീറ്റർ നടക്കണം എന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങൾ അവിടെ മലമുകളിൽ ഉണ്ടായ ഒരു ശിവക്ഷേത്രം ആയിരുന്നു. പിന്നെ വന്നത് ഇവിടേക്കാണ്ടാ ഇല വീടാൻ പൂഞ്ച. ഞങ്ങളിത് നടന്നാണ്ട കയറി വന്നത് ഒരു ആവേശത്തിന് കയറി വന്നാ പെട്ട്. ഈ ജീപ്പിന്റെ വരവ് കണ്ടപ്പോഴേ ഞാൻ പണ്ട് കൂടെ ജാത്ര പോയി ഫീൽ ആണ്ടെ കിട്ടിയത്. നടക്കാൻ പറ്റണേ നടക്കാം, അല്ലെങ്കിൽ ജീപ്പ്. ഞങ്ങൾ നടന്നിട്ട് കയറി. ഞങ്ങൾ രണ്ടും കൂടി ഇതാ ഈ മയിൽ വാങ്ങുന്നില്ലാട്ടാ ഈ യാത്ര പുറപ്പെട്ടത്. വണ്ടിയിൽ നിന്നിട്ടുള്ള ആഫ്റ്റർ എഫക്ട് ചെയ്തിട്ടൊക്കെ മൂട്ടിലെല്ലാവരും തഴമ്പിച്ചിട്ട് ഒരു വിധായി. ഒന്നുകൂടി ഒന്ന് ലൈറ്റ് ആയിട്ട് താങ്ങിയിട്ട ഫുഡ്. അങ്ങനെ ജോമയുടെ ടാറ്റയും പറഞ്ഞ് വീട്ടിൽ പോയി കുളിച്ച് നേരെ പോയി നെല്ലുകുന്ന് പള്ളിയിരിക്കാണ്ടാ. പെരുന്നാളിന്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു അന്ന്.